ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ സമയം 4:30 കേട്ടോ, 4:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നടക്കാൻ പോകുന്നതും അതൊക്കെ തൊട്ടിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ എണീറ്റ് അതിന് ശേഷം ഇതാ ജസ്റ്റ് ഞാൻ പുറത്തൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. എന്നിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനിയിപ്പോൾ ഇതാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ പോലും അങ്ങനത്തെ ആക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു തിരക്ക് തന്നെയാണ് കേട്ടോ. റഫീക്ക രാവിലെ എണീറ്റ് റഫീഖാൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഉണ്ടാവും. അപ്പോൾ റഫീഖ് ഇപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കാരമൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ പള്ളിയിലേക്ക് പോകുമല്ലോ, നമ്മൾ പിന്നെ നടക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൈൻഡ് വരും കേട്ടോ. നമുക്ക് നല്ലൊരു ദിവസമായിരിക്കും ആ ദിവസം വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് മാത്രം ചെയ്താൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് അവരുടെ വിശ്വാസം ഏതാണെങ്കിലും അവർ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഒരു 5:25 എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എക്സസൈസ് കേട്ടോ. മെയിനാണത്. നമുക്ക് പറ്റുന്നവർ ആരോഗ്യം ഉള്ളവർ എന്തായാലും ചെയ്യുക കേട്ടോ. ഇത് ശരിക്കും നമുക്ക് മടിയും, ഇപ്പം ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് മടിയും ഉറക്കച്ചടപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലെവലാണ് കേട്ടോ. പിന്നെ നമ്മൾ വേറെയായി സംസാരവും കാര്യങ്ങളൊക്കെ ആയി ആ നടത്തവും രാവിലത്തെ ആ ഒരു എന്താ പറയുക എയറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പും എല്ലാം ആകുമ്പോൾ നല്ല മൈൻഡ് ഫ്രീ ആവട്ടെ, മൈൻഡ് റിലാക്സ് ആവും നമുക്ക്. എന്തോ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒന്നുകൂടെ നന്നാവും കേട്ടോ. അത് നമ്മളിങ്ങനെ അടങ്ങി വീട്ടിലിരിക്കുക വേറെ ഒന്നും ചെയ്യാനില്ല അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പോയി വന്നാൽ തന്നെ നമുക്ക് എന്തൊക്കെയോ എവിടെല്ലോ പോയൊരു ഫീല് നമുക്ക് വരും കേട്ടോ. രാവിലെ തന്നെ നമുക്കതൊരു എന്താ പറയുക ഒരു പ്ലസൻറ്റ് മൈൻഡ് ആക്കട്ടെ. നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് ആക്കാൻ അത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ എത്ര മടിയുണ്ടെങ്കിലും ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. നിങ്ങൾ ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം നിങ്ങൾക്ക് മടി തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോൾ 10 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് ഞാൻ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും മടി മാറിയിട്ടില്ല കേട്ടോ. എന്നാലും അതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ദിവസം നടന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. എന്താ പറയുക നടക്കായിരുന്നു എന്ന് പിന്നെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം എന്തായാലും പോകും. അപ്പോൾ നമുക്കത് ശീലമായിട്ട് വരും കേട്ടോ. 10 വർഷമൊന്നും വേണ്ട, ഒരു 2 ആഴ്ച തന്നെ നമ്മൾ അടുപ്പിച്ച് മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ശ്രമിച്ചാൽ തന്നെ നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടോ. ശ്രമിച്ചാൽ തന്നെ നമ്മൾക്ക് മാറ്റം വരും കേട്ടോ. കുറേ പേര് അങ്ങനെ ചോദിക്കലുണ്ട് രാവിലെ നടക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ മടി സമ്മതിക്കുന്നില്ല എന്ന്. ആ മടി മാറാൻ അതന്നെയാട്ടോ വഴി. നമ്മൾ തന്നെ വിചാരിക്കണം, എന്നിട്ട് അങ്ങ് ഇറങ്ങുക കേട്ടോ. അപ്പോൾ അത് തിരിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അത് നമ്മളിപ്പോൾ ഈ സമയം നടക്കാത്ത സമയം നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് ഒന്നും നമ്മൾ ചെയ്യൂല, വെറുതെയാണത്. ആ സമയം വെറുതെ അങ്ങ് കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഒന്നും ചെയ്യലുണ്ടാവില്ല. എന്നാൽ ഒരു മടി അങ്ങ് നമുക്ക് ഉറക്കവും കാര്യവും നമ്മൾ വിട്ടു പോവില്ല. നേരെ മറിച്ച് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ടപ്പേന്ന് തീരാൻ വേണ്ടി പറ്റും കേട്ടോ, നമ്മളെ പടികളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നടന്ന് കുറച്ച് സമയമൊക്കെ ഒന്ന് മുറ്റത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റഫീക്ക നേരെ നടത്തം കഴിഞ്ഞിട്ട് ടൗണിൽ പോയി മീനൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അകത്തേക്ക് വന്ന് റഫീഖക്ക് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും ഒരു കപ്പ് വെള്ളം കുടിക്കട്ടെ. ഇതും അടുത്തൊരു കാര്യമാണ് കേട്ടോ, വെള്ളം എന്തായാലും കുടിക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചൊക്കെ ചിലർ പറയും ആവശ്യം ഉണ്ടാകുമ്പോൾ ദാഹിക്കുമ്പോൾ മാത്രം കുടിച്ചാൽ മതി എന്ന്. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാട്ടോ. ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കലുണ്ട്. അപ്പോൾ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയ നട്ട്സും എന്തെങ്കിലുമൊക്കെ കഴിക്കൂട്ടോ.
ഇനിയിപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് കവറിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇന്നിതാ നല്ല വലിയ മാന്തളില്ലേ, ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മീനാട്ടത് ഇത്. കോര, അങ്ങനത്തെ ചെറിയ മുള്ളൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളുടെ ഇഷ്ടം. ഇത് പിന്നെ അടവാണ്. എനിക്ക് ഭയങ്കര കാര്യമല്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. മാന്തൾ എൻ്റെ പ്രിയപ്പെട്ട മീനാട്ടോ. റഫീഖ കണ്ടാൽ അപ്പം അത് വാങ്ങിയിട്ട് വരും. ഇനിയിപ്പോൾ അതാ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് അതൊക്കെ ചെയ്ത് അതിന് ശേഷം ഇതാ റഫീഖാക്കും വാക്കുള്ള ചായ വെക്കാണ്ട് കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കൂലെന്നൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു ഡയറ്റിങ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഭയങ്കര റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ഭയങ്കര ഡയറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്നൊന്നും ചായ കുടിക്കലില്ല കേട്ടോ. എന്നാൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ കുടിക്കലും ഉണ്ടേ. അപ്പോൾ ഇതാ അവർക്ക് ഉണ്ടാക്കുള്ള ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടക്കാൻ പോയിട്ട് വരുമ്പോൾ റഫീഖ പാലും വാങ്ങിയിട്ട് വരും കേട്ടോ. ഞാൻ കുപ്പി കൈ പിടിക്കേണ്ട മടിയോട്ട് ഞാനിപ്പോൾ വാങ്ങല്ല, റഫീഖ തന്നെയാണ് കേട്ടോ കൊണ്ടുവരിക. അങ്ങനെ ഇതാ ചായയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇതാ അവർക്ക് ഉണ്ടാക്കും, ചായ കൊടുക്കട്ടെ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും എല്ലാം പരിപാടി ഉണ്ട് കേട്ടോ. റഫീഖക്ക് ഡ്യൂട്ടിക്ക് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തിരക്കുള്ള ദിവസമാണ്. എനിക്ക് വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം വേഗം കാര്യങ്ങളൊക്കെ തീർക്കുമല്ലോ. അതുതന്നെയാണ് കേട്ടോ രാവിലെ നമുക്ക് മടിയില്ലാതെ പണികളൊക്കെ തീർക്കാനുള്ള ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാനില്ല എന്ന് മൈൻഡിൽ തോന്നിയാൽ നമുക്കൊന്നും ചെയ്യാനുണ്ടാവുകയില്ല. നമ്മളെ പണികൾ നമ്മളത് ഇപ്പോൾ കുറച്ച് പണിയാണെങ്കിലും അത് കുറച്ച് പണിയല്ലേ ഉള്ളൂ, അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കുക. അങ്ങനെ വിചാരിച്ച് നമ്മൾ ഫോണിൽ നോക്കുക, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുക, ഫോണിൽ സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളത് വൈകിപ്പിക്കും കേട്ടോ. ഒന്നുകിൽ നേരത്തെ ഒരു 10 മണിയാകൊണ്ട് തീരേണ്ട പണി നമ്മളത് ഉച്ചയാകുമ്പോൾ തീരേണ്ട പണി നമ്മൾ വൈകുന്നേരം ആക്കും. അങ്ങനെ പിന്നെ അതുകൊണ്ട് നമുക്കൊരു കാര്യം ആ ദിവസം കൊണ്ട് ഉണ്ടാവില്ല. നമുക്കൊരു ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാനേ പറ്റില്ല, എന്നാൽ നമ്മൾ ഇരുന്നിട്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ പണികളും തീർന്നിട്ട് ഇരുന്നാൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ആന്തൂറിയം കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ. ക്യാമറയിലൂടെ കാണുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ചിലരെല്ലാം പറയും ഇത് കട്ട് ചെയ്തിട്ട് കൊടുത്തൂടെ, സെയിൽ ചെയ്തൂടെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ അത് വേറൊരു ഭാഗമാണ്. പക്ഷെ എനിക്കിങ്ങനെ കാണുക എന്നുള്ളതാണ് കേട്ടോ. ചെടികളൊന്നും വിൽക്കുക അങ്ങനെയുള്ളതല്ല, വിൽക്കുന്നവരുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ ഇങ്ങനെ മഞ്ഞളിലും വീട്ടിലുള്ള ഫ്ലവർ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ വേഗം വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു കുറുമയാട്ടം ഉണ്ടാക്കുന്നത്, ഒരു സ്റ്റൂ. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കയ്യിൽ, ബീഫിൻ്റെ എല്ല് പീസും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസും അതുപോലെ തന്നെ സോയാബീനും ചേർക്കുന്നുണ്ട്. അപ്പോൾ സോയാബീൻ കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചേർക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ കുറച്ച് ബീഫ് കേട്ടോ. ബീഫിൻ്റെ റിബ്ബാണ്. റിബ്ബ് ഒരു 2-3 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എന്തെങ്കിലുമൊക്കെ രാവിലത്തേക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ചതാണേ. അപ്പോൾ അത് കഴുകി ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഗ്രീൻ പീസും അതുപോലെ തന്നെ സോയാബീനും എടുക്കുന്നില്ല കേട്ടോ, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കറിയിലേക്കുള്ള വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5-8 വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. ഇനി എരിവിന് വേണ്ടി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ നമ്മളെ ഉലുവ പൊടിച്ചതില്ലേ, അത് കയ്യിലുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുറുമയിലേക്ക്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിവേപ്പില അത് നല്ല ആവശ്യമായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെയാണ് കേട്ടോ നമ്മളെ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കൊടുക്കുക. നമുക്ക് ഒരുപാട് മസാലയും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. എൻ്റെ ചിക്കൻ എല്ലാം സ്റ്റൂ ഉണ്ടാക്കുന്നതിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ എങ്ങനെ നമ്മൾ ചെയ്താലും ടേസ്റ്റി ആക്കി ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ബീഫെല്ലാം വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ബീഫ് വേവുന്നൊരു സമയം വരെ അതൊന്ന് വേവിച്ചെടുക്കുക, ഒരു 15 മിനിറ്റെല്ലാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം സിമ്മാക്കി കൊടുക്കുക. എന്നിട്ടൊരു മൊത്തം ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കത് ഓഫാക്കിയാൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതവിടെ വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി തേങ്ങ ചിരകണം കേട്ടോ. അപ്പോൾ തേങ്ങ ഇന്നലെ ഞാൻ കുറച്ച് പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് തലേദിവസം തന്നെ ഞാൻ വെക്കലുണ്ടല്ലോ, അധികവും വെക്കലുണ്ട്. അപ്പോൾ തേങ്ങ പൊളിച്ചത് ഇല്ലാത്തതുകൊണ്ട് ചിരകി വെച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ചിരകി എടുക്കണം. അപ്പോൾ വാവ
തേങ്ങ ചിരകുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറുമയിലേക്ക് കുറച്ച് അധികം വേണമല്ലോ, ഒരു ഹാഫിൽ കൂടുതൽ കേട്ടോ, ഒരു 1/4 തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ചധികം കറി ഉണ്ട് കേട്ടോ, നമുക്ക് ചപ്പാത്തിയിലേക്കും എല്ലാം എടുക്കും കേട്ടോ. നമ്മൾ കറി ബാക്കിയുണ്ട് രാവിലത്തേക്കും മാത്രമല്ല, അത് തന്നെയാണ് നമ്മൾ രാത്രിയിലേക്ക് എടുക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ചധികം ഇങ്ങനത്തെ കറികളൊക്കെ നല്ലതാണെങ്കിൽ, എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണെങ്കിൽ കുറച്ചധികം തന്നെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് ഞാൻ ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ഇന്ന് നൂലപ്പാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിലേക്കായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഴയിലൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അത് പെട്ടെന്ന് എല്ലാം നമുക്ക് ഒരു തട്ടിൽ തന്നെ വേഗം ആക്കി പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാമല്ലോ. അതൊരു കുഴച്ചെടുക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പോൾ വാഴയില ഒന്ന് നോക്കി കട്ട് ചെയ്ത് എടുക്കുകയാണ്. ആദ്യം നമ്മളെ ഇവിടെ മൊത്തത്തിൽ വാഴ ഉണ്ടായിരുന്നു കേട്ടോ, ഉപ്പയൊക്കെയുള്ള സമയത്ത് നിറച്ചുണ്ടായിരുന്നു. അതിന് ശേഷവും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കുരങ്ങെല്ലാം വന്നിട്ട് വെറുതെ നശിപ്പിക്കുക കേട്ടോ, ഒന്നും തരുന്നില്ല. ഇപ്പം നമ്മൾ വെക്കലുമില്ല, ഉള്ള ഇലയെല്ലാം ഇങ്ങനെ നശിപ്പിച്ച് അതിങ്ങനെ ഒടിച്ച് അതിലെല്ലാം കയറി മറിഞ്ഞ് നമുക്ക് ഇല ഇല്ലാണ്ടായിട്ട് ഇപ്പോൾ വാഴയിൽ ഇല്ലാണ്ടായി. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളെ ബീഫെല്ലാം കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആവശ്യത്തിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ സോയാബീൻ ഉണ്ടല്ലോ, അത് 2ആയിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി, വിസിലടിക്കണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നൂലപ്പത്തിലേക്ക് പൊടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാട്ടിയെടുക്കാട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളച്ച വെള്ളം ഇങ്ങോട്ട് വെച്ചിട്ടും പല രീതിയിലും ഉണ്ടാക്കലുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നൂലപ്പം ഒന്ന് ആക്കിയെടുക്കാനുള്ള വെള്ളം ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ചെമ്പിലേക്ക് ഇനി നൂലപ്പത്തിനുള്ള മാവൊക്കെ ഒന്നുകൂടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സോഫ്റ്റായിട്ട് കുറച്ച് വെള്ളം അധികമാക്കിയിട്ട് വേണം കേട്ടോ നൂലപ്പത്തിന് നമ്മൾ വാട്ടിയെടുക്കാൻ. പത്തിരീൻ്റെ പോലെയല്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് അതിങ്ങനെ ആക്കിയെടുക്കാനും പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ ആവില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല നൂലപ്പം നമുക്ക് കിട്ടും, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, ഒരു റിസ്ക്കി ആവില്ല കേട്ടോ. ഇത് കണ്ടോ നല്ല പെട്ടെന്ന് തന്നെ ആയിട്ട് വരിക. ഇനിയിപ്പോൾ ഞാൻ വാഴയില വെച്ച് 2 തട്ട് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് ആക്കി എടുക്കുകയാണ് കേട്ടോ. വേഗം തന്നെ ആക്കിയിട്ട് എന്നാൽ പിന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതങ്ങ് റെഡി ആയി കിട്ടുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മളെ കുറുമ ഞാനവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തേങ്ങ ഒഴിക്കുക, തേങ്ങാപ്പാൽ ഒഴിക്കുക, ആ ഒരു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ എയറെല്ലാം പോയി സെറ്റായി വന്നിട്ടുണ്ട്. അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാണ് കേട്ടോ. അപ്പം വെള്ളമൊന്നുമില്ല, വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാ ഗ്രീൻ പീസ് ഇടുകയാണെങ്കിൽ നിങ്ങൾ വേവിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ. സെപ്പറേറ്റ് വേവിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ഞാനൊരു 10 കാഷ്യൂനട്ട് എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിക്കൊരു തിക്നെസ് കിട്ടാനും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. കാഷ്യൂനട്ട് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാഷ്യൂനട്ട് ആയതുകൊണ്ടാണ് ഞാനൊരു 3/4 തേങ്ങാൻ്റെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വെള്ളമാക്കിയിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മൾ കാഷ്യൂനട്ടൊക്കെ പേസ്റ്റാക്കി ചേർത്തതുകൊണ്ട് തിക്കായി വന്നോളും, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്ര മതി. ആ ചൂടിൽ ആ തക്കാളി റെഡി ആയിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ബീഫെല്ലാം അടുപ്പത്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാഫ് തക്കാളി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടായാലും പ്രശ്നമൊന്നുമില്ല, നല്ല തന്നെയാണ്. ഇങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി കുറുമ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിക്കന് പകരം മഷ്റൂം ഉണ്ടല്ലോ, മഷ്റൂം, പനീർ, അങ്ങനെ എന്ത് വേണമെങ്കിലും പനീറൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മഷ്റൂമെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ സോയാബീനും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വിസിലെങ്ങാനും അടിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നല്ല സെറ്റായിട്ട് കിട്ടുക. അങ്ങനെയും ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസൊക്കെ അങ്ങനെ ചെയ്യുക. ഇത് നമുക്കൊരു പാർട്ടിക്കോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റൂ ആണ് കേട്ടോ. എന്നാൽ കുറച്ച് അധികം ചിക്കൻ ബീഫും എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടെ, മട്ടനോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വെറൈറ്റി കറി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കാഷ്യൂനട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കുറുമ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ റഫീഖയ്ക്ക് പോകാനായിട്ടുണ്ട്. പക്ഷേ റഫീഖ ഇന്ന്
ഹെവി ആയിട്ടുള്ള ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം നൂലപ്പം കുറുമയാണെങ്കിൽ നന്നായിട്ട് കഴിക്കോട്ടെ, നല്ല ഇഷ്ടപ്പെട്ട ഫുഡാണ്. അപ്പോൾ തലേ ദിവസം രാത്രിയും ഉച്ചക്കും റഫീഖയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ സ്റ്റേഷനിലും എന്തോ ഒരു പാർട്ടി എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് രാവിലെ അങ്ങനത്തെ ഫുഡ് വേണ്ട, ലൈറ്റായിട്ട് എന്തെങ്കിലും മതിയെന്ന്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ട് പാലിൽ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഫ്രൂട്ട്, ആപ്പിളോ അതുപോലെ തന്നെ പഴമോ എന്തെങ്കിലും ചേർത്ത് കട്ട് ചെയ്ത് കഴിക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല, പ്ലെയിനായിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മതി എന്നിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം കണ്ടല്ലോ 8:15. അപ്പം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് കുളിയും കൂടെ ഒന്ന് തീർക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ റഫീക്ക പോയിട്ടാ. അതിനുശേഷം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളും ചായക്കൊന്ന് കുടിക്കട്ടെ. അപ്പോൾ നൂലപ്പവും അതുപോലെ തന്നെ നമ്മൾ സ്റ്റൂ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ വെജിറ്റേറിയൻസ് മഷ്റൂം പനീർ ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വെജിറ്റബിൾസ് ഒക്കെ മാറ്റി മാറ്റി ചെയ്യാം കേട്ടോ. ക്യാരറ്റ്, കോളിഫ്ലവർ അങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോഴൊക്കെ ടേസ്റ്റ് മാറി മാറി വരും. നല്ല ടേസ്റ്റാണ് ഇതിൽ ഏതായാലും. ഇനിയിപ്പോൾ ഇതാ ഞാൻ അകമൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബെഡ്റൂമൊക്കെ ഒന്ന് ഒതുക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. അപ്പം ഞാൻ തലേ ദിവസം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഞാൻ ചെയറിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടേ ഉള്ളൂ, ഇനിയിപ്പോൾ വാഷ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മേലെ ഒന്ന് ഹാങ്കറിൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മേലെയും ഒന്ന് കട്ടിലൊക്കെ വിരിച്ച് ഒന്ന് ഒതുക്കി വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ റോസ് ഫ്ലവർ ഒക്കെ ഒന്ന് വാടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രഷ് ഫ്ലവർ കിട്ടണം. അതുവരെ ഇതാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ജിപ്സം ഫ്ലവർ കേട്ടോ, അതിട്ട് ഇതിന് പറയുന്നത് ജിപ്സം ഫ്ലവർ അങ്ങനെയാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ള ഫ്രഷ് ഇങ്ങനെ ഡ്രൈ ആവട്ടോ, അത് ഞാൻ വെക്കും കേട്ടോ. അതിന് വെള്ളം ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ വെച്ചായിട്ടോ. അത് കുറേ നാൾ നിന്നോളൂ കേട്ടോ, കുറേ നാൾ നിന്നോളും, ഒന്നും ആവില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രഷ് ഫ്ലവർ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൽ, ഇതിൽ വെള്ളമൊന്നും വേണ്ട കേട്ടോ, വെള്ളത്തിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാര, കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് നാൾ സാധാരണ നിൽക്കുന്നതിനേക്കാളും കുറച്ച് നാളതിരിക്കും കേട്ടോ, വാടിപ്പോകാതെ കുറച്ച് നാളങ്ങനെ ഇരുന്നോളും. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് അതിൻ്റെ അടിഭാഗം അങ്ങനെ ചെറുതായിട്ട് തട്ടുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ലിവിങ്ങൊക്കെ ഒന്ന് തട്ടി കുഷനൊക്കെ റെഡിയാക്കി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതാ ഈ ഒരു പ്ലാന്റ് ഇല്ലേ, ഇത് ഒരുപാട് നാൾ നിൽക്കും കേട്ടോ. നമ്മൾ പുറത്തൊന്നും വെക്കാതെ തന്നെ അകത്ത് കുറേ നാൾ നിൽക്കും. ഇടയ്ക്കൊന്ന് പുറത്ത് കൊണ്ട് വെച്ച് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതിലൊരു യെല്ലോ ലീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ടീപ്പോയി, അതുപോലെ തന്നെ ടേബിള്, വാഷ് ബേസിൻ ഏരിയ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ കേട്ടോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ലിവിങ്ങിൽ ഞാൻ കുറച്ച് ആ ഒരു ഫ്രഷ് സ്മെല്ലും നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് യൂസ് ചെയ്യാത്ത ഞാൻ യൂസ് ചെയ്യില്ല, റഫീഖ് യൂസ് ചെയ്യാത്ത അത്തറോ സ്പ്രേയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. പുറത്തുനിന്ന് നമുക്ക് തിരിയില്ല, പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളെ വീടിന്. അങ്ങനെ ഓരോ ഏരിയയിലും സെറ്റ് ചെയ്താൽ ഓരോ ഭാഗത്തും നല്ലൊരു സ്മെല്ല് കിട്ടുമേ. അപ്പോൾ ഇതാ നമ്മൾ ടേബിൾ നമ്മൾ എന്തെല്ലാമാണോ വെച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് തുടച്ച് അതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഫ്ലവർ അങ്ങനത്തെ പ്ലാന്റ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ വെക്കാണ്ടിരിക്കുക, ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റാക്കി ഒന്ന് ഫ്രഷ് ആക്കി വെക്കാൻ കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക, അങ്ങനെ ഒന്ന് വൃത്തിയാക്കി വെക്കുക കേട്ടോ, ഒന്ന് നീറ്റായിട്ട് വെക്കുക. അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി അതുപോലെ തന്നെ ആ ഏരിയയും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വാഷ് ബേസിൻ കഴുകുന്നത് കേട്ടോ. അപ്പോൾ അവിടെയും ഒരു ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ നിന്നോളൂ കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ലഞ്ച് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് എനിക്ക് ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ അങ്ങ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീനെല്ലാം ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാന്തലുണ്ടല്ലോ അതും നന്നാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി അടവ് മീനൊക്കെ ഒന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് റഫീഖയും ലഞ്ച് കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മീനൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാന്തൾ ഞാൻ പൊരിക്കാൻ നട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാൽ അത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചെറിയ മീനല്ലേ, അതുകൊണ്ട് ലെമൺ ജ്യൂസ് അതൊന്നും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നല്ല തന്നെയാണ്, ഒന്നുകൂടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ അടിഭാഗം കണ്ടോ, ഇത് കണ്ടോ, അതിൻ്റെ ഒന്ന് ചെറിയൊരു കളർ മാറ്റം വന്നിട്ടോ. കാര്യം ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറച്ച് സമയം അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ, മറന്നുപോയി. പിന്നെ ചെന്നപ്പോഴത്തേക്കും നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഉരച്ച് ഞാൻ വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ, വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട്. അപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, ഓർമ്മയപ്പോൾ. ഇനിയിപ്പോൾ ഇതാ ഇത് ഇന്നലെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അധിക ദിവസം അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീർക്കാൻ അത് ഭയങ്കര ഹെൽപ്പാക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാൻ ചേന നമ്മൾ മെഴുക്ക് വരട്ടിയില്ല ഉപ്പേരി, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഉപ്പ് മാത്രം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 വിസിലടിക്കുമ്പോഴത്തേനും അത് റെഡിയാവും. ഇനിയിപ്പോൾ അത് ഞാൻ പച്ചക്കായി വെച്ചിട്ടുള്ള മോര് കറിയില്ലേ, അതിവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. ഒരു 2-3 ചെറിയ പച്ചക്കായ എടുത്തിട്ടുണ്ട്, നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മാത്രം. ഇനി ഇതും ഒന്ന് ഒരു 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും അതും റെഡി ആയിക്കണം. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ വേവിക്കാനുള്ള പരിപ്പ് അങ്ങനെ എന്തെങ്കിലും വേവിക്കാനുണ്ടെങ്കിൽ വേവിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആദ്യം വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ ഞാൻ ചോറിനുള്ള അരിയും കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ വേവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെമ്മീനുണ്ടല്ലോ, ചെമ്മീൻ വെച്ചൊരു സിമ്പിൾ റോസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് ചെമ്മീനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി, ഞാനിപ്പോൾ 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചെമ്മീൻ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ആക്കണമൊന്നും ഇല്ല കേട്ടോ. അതാ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതാണ്, വഴറ്റൊന്നും വേണ്ട. ഇനി അതിലേക്ക് ഇതാ ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വലിയ സവാള എടുത്ത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെമ്മീൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, ഹൈ ഫ്ലെയിമിലും അല്ല ലോ ഫ്ലെയിമിലും അല്ല, ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ സവാളയിലേക്കും ഒന്നും പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരു 5-6 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോഴത്തേക്കും ദാ ഈ ഒരു രീതിയിലായിക്കോട്ടെ. ഇടയ്ക്കൊന്ന് 1-2 തവണ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി, ജസ്റ്റ് വഴറ്റൊന്നും വേണ്ടേ. അപ്പോഴത്തേക്കും ഇതാ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി കിട്ടും കേട്ടോ. ആ ഉള്ളിയും ഒക്കെ ആ ചെമ്മീൻ്റെ കൂടെ, ചെമ്മീൻ അധികം വേവേ ഇല്ല കേട്ടോ, ചെമ്മീനൊക്കെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും വേണം. എന്നാൽ ആ ചെമ്മീനിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ സവാളക്കും തക്കാളിക്കൊക്കെ നല്ല ടേസ്റ്റ് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ വഴന്നും കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഉപ്പ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റും റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ നമ്മളെ പച്ചക്കായ വെച്ചിട്ടുള്ള മോര് കറി ഉണ്ടല്ലോ, അതിലേക്ക് തേങ്ങ മാത്രം, ഞാനൊരു 1/2 തേങ്ങ മാത്രം ഒന്ന് അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും ചേർത്ത് കൊടുത്തില്ല, ജീരകം അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുത്തില്ല. നിങ്ങൾ വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ കറിയൊന്ന് വറവിട്ടെടുക്കട്ടെ. കടുകും കറിവേപ്പിലും ഉണക്കമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതും കൂടെ ചേർത്തൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ വറവൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ തിളക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇതാ ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തൈരുണ്ടല്ലോ, തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓഫാക്കിയതിന് ശേഷം മതി, നമുക്ക് തിളക്കേണ്ട ആവശ്യമില്ല അത്. അതുപോലെ തന്നെ നമ്മളെ ചേന ഉണ്ടല്ലോ, ചേന ഉപ്പേരി അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വറവിട്ടെടുക്കുക. കടുക് കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചേന ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് വെക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും കൂടാതെ വെച്ചത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ തൈര്, ഞാൻ കുറച്ച് പുളിയുള്ള തൈരും കുറച്ചധികം പുളിയില്ലാത്ത തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പം നമ്മൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വെറും പുളിയുള്ള ആ ഒരു തൈരുണ്ടല്ലോ അത് ചേർക്കണ്ട കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുത്തൊക്കെ നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കുന്ന എല്ലാ കറിക്കും ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറിയും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി മീനും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ലഞ്ചിൻ്റെ എല്ലാ പരിപാടികളും ഇവിടെ കഴിയും. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും ട്രൈ ആക്കി നോക്കുക. അതുപോലെ തന്നെ പച്ചക്കായ വെച്ച് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്യുന്നവരായിരിക്കും, എന്നാലും ചെയ്യുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇന്നൊരു നാടൻ ലഞ്ചാണ് കേട്ടോ. റഫീഖക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ നാടൻ കറികളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ റഫീഖ് ഫുഡ് കഴിക്കാൻ നമ്മൾ ഒന്നും ഇങ്ങനത്തെ ആവശ്യ ഫുഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുക, അങ്ങനെ വിചാരിക്കേണ്ട. നമ്മളാകെ 3 പേരേ ഉള്ളൂ. പക്ഷേ റഫീഖ് ഫുഡ് കഴിക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് ഉഷാറായിട്ടൊക്കെ ഉണ്ടാക്കണം. നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് നമുക്ക് ബാക്കിയാവുകയില്ല കേട്ടോ. നമുക്ക് ഒന്നുകിൽ ആരെങ്കിലും നമുക്ക് ഗസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളത് രാത്രിയിലേക്ക് ചപ്പാത്തിക്ക് എടുക്കും, അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. അതൊന്നും വേസ്റ്റാക്കി കളയാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ പോയിട്ട് എൻ്റെ വീഡിയോ ഇന്നത്തേക്കുള്ള വീഡിയോ റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഇതാ റഫീഖ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ.
അപ്പോൾ വാവ നേരത്തെ തന്നെ കഴിച്ചു കേട്ടോ, അതുകൊണ്ടാണ് വാവനെ കാണാത്തത്. അപ്പോൾ വാവ ഭക്ഷണം കഴിച്ചു. അത് ഞാൻ റഫീഖാനെ കാത്തു നിന്നപ്പോൾ കുറച്ച് വൈകിയിട്ടുണ്ട്. റഫീഖ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് സമയം കാത്തു നിന്നതാണ് കേട്ടോ. അല്ലാണ്ട് റഫീഖ പറയും കാത്തു നിൽക്കണ്ട, നിങ്ങൾ കഴിക്കണം എന്ന് പറയും സമയമാകുമ്പോൾ കേട്ടോ. അങ്ങനെ കാത്തു നിൽക്കലൊന്നുമില്ല. അപ്പോൾ ഇന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ റഫീഖ ഇപ്പോൾ പോവേ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അവിടെ ഇരുന്നതാണ്, പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പേരെല്ലാം ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കുറച്ചെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം കേട്ടോ. നോട്ട് ചെയ്തത് PM ടോക്ക്, ജിനീഷ്, ഷിബിൽ പി, ഹാജറ ഉമ്മ, പിന്നെ പാത്തുട്ടി. അപ്പോൾ ഇവരാണ് കേട്ടോ. ഇവർക്കൊക്കെ എൻ്റെ വക ഒരു ബിഗ് ഹായ് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെ ബിഗ് ഹായ്. അപ്പോൾ ഇതാ റഫീഖ ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. പിന്നെ നമ്മളിതാ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ആകാശം കണ്ടോ, നല്ല കാർമേഘെല്ലാം മൂടി ഇതാ ഇപ്പം മഴ പെയ്യും എന്നുള്ള സ്ഥിതിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നല്ല അടിപൊളി വീഡിയോ ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.